ഹലോ. അപ്പം ഞാനും അരുണേട്ടനും ഇവിടുത്തെ മലയാളി അസോസിയേഷൻ്റെ പ്രോഗ്രാമിന് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. ഈ ഒരു മഞ്ഞ ചുരിദാർ വാങ്ങിയിട്ട് കുറേ ആയി. ഞാൻ നാട്ടിൽ ഒരു തവണ മാത്രമേ അത് ഉപയോഗിച്ചുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം പ്രോഗ്രാമിന് പോകുമ്പോൾ ചുരിദാറൊക്കെ ഇട്ടെന്ന് പോകാമെന്ന് വിചാരിച്ചു. കുറേ ആയിട്ടോ പുറത്തൊക്കെ ഒന്ന് പോയിട്ട്. അപ്പം നമ്മൾ വൈകുന്നേരമാണ് യാത്ര തുടങ്ങിയത്. ഇതേ സൂര്യനൊക്കെ അസ്തമിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മലാവിയിൽ റോഡിൽ നിന്ന് നോക്കിയാൽ തന്നെ സൂര്യാസ്തമയം സൂര്യോദയം ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ നമ്മൾ ആഫ്രിക്കയിൽ മലാവി എന്ന് പറയുന്ന രാജ്യത്താണ് താമസിക്കുന്നത്. ഇപ്പോൾ വൈകുന്നേരം അസോസിയേഷൻ്റെ പ്രോഗ്രാമിന് വേണ്ടി പോവുകയാണ്. ചേച്ചിമാരുടെയും കുട്ടികളുടെയൊക്കെ ഡാൻസും പാട്ടും എല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ പോയി അതൊക്കെ ഒന്ന് ആസ്വദിക്കാമെന്ന് വിചാരിച്ചു. നമ്മളെത്തുമ്പോഴത്തേക്കിനും എന്തായാലും രാത്രിയാവും കേട്ടോ. ഞാൻ മലാവിയിലെ പകലത്തെ കാഴ്ചകളും രാത്രിയിലെ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വിട്ടിട്ടുണ്ട്. ഇത് ഈ കാണുന്ന ഹോട്ടലാണ് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഹോട്ടൽ. ഏകദേശം 1 മണിക്കൂർ യാത്ര ചെയ്യണം കേട്ടോ ഈ ഒരു ഹോട്ടലിലേക്ക് എത്തണമെങ്കിൽ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്നതൊക്കെ ഈ ഒരു ഹോട്ടലിലാണ്. ചിക്കോ എന്നാണ് കേട്ടോ ഈ ഒരു ഹോട്ടലിൻ്റെ പേര്. പിന്നെ കുറേ ദൂരം പോകുന്ന കഴിഞ്ഞപ്പോൾ ഇതേ നല്ല അടിപൊളിയായിട്ടുള്ള പാർക്കും കാര്യങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞു. രാത്രി വരുമ്പോഴാട്ടോ ഇത് കാണാൻ ഇത്രയും ഭംഗി ഉണ്ടാവുക. പകൽ ഇത്ര വലിയ രസം ഉണ്ടാവില്ല. കാരണം രാത്രിയിലാകുമ്പോൾ ഒരുപാട് ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് അടിപൊളിയായിരിക്കും. ഇതിപ്പോൾ അടുത്ത് മലാവിൽ തുടങ്ങിയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. പിന്നെ അവിടെ ചെന്നു അതേ ചേച്ചിമാരെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം നല്ലതായിരുന്നു. അപ്പോൾ ഡാൻസും സ്കിറ്റും പാട്ടും അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. പിന്നെ നല്ല അടിപൊളി ഭക്ഷണവും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇന്ന് അവിടെ രാത്രിയിൽ തിരിച്ചു പോരുന്നില്ല. രാത്രി ഒരു 10 മണി 10:30 വരെയൊക്കെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഞങ്ങൾ ലിലോങ് വേലി വിഷ്ണുവേട്ടൻ്റെ വീട്ടിലൊക്കെ സ്റ്റേ ചെയ്ത് പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ തിരിച്ചു പോരുന്നത്. അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്നത്തേത്.